നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയലാറുകാരനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായിട്ടുള്ള ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറ് ഈ അടുത്ത ദിവസം ഒരു കോളേജിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം. ആ അനുഭവവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറ്. ആ ജാസി ഗിഫ്റ്റ് സാറ് ഈ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി, അവിടെ ഒരു സംഭവമുണ്ടായി. അതെന്താണെന്നുള്ളത് പറയണ മുമ്പ് ആരാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയണം. നമ്മളൊക്കെ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടാണ് ജാസി ഗിഫ്റ്റിനെ ആദ്യമായി നമ്മൾ തിരിച്ചറിയുന്നത്. വെറും പാട്ടുകാരനോ സംഗീത സംവിധായകനോ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അറിയണമെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ PhD നേടിയിട്ടുള്ള ആളാണ് ഡോക്ടർ ജാസി ഗിഫ്റ്റ്. തെന്നിന്ത്യയിൽ തന്നെ അറിയപ്പെട്ട സംഗീത സംവിധായകനിലും അതേപോലെ തന്നെ ഗായകൻ എന്ന നിലയിലും പ്രശസ്തി ആർജിച്ച ഒരു ഗായകനും സംഗീത സംവിധായകനുമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജാസി ഗിഫ്റ്റ് സാർ. വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും ജാസി ഗിഫ്റ്റ് ആരാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല, തെന്നിന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ജാസി ഗിഫ്റ്റിൻ്റെ. അദ്ദേഹത്തിനെ പരിചയപ്പെട്ട ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയുകയാണ്. ഞാൻ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ക്രിസ്മസ്, ഓണം ഇതൊരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി. ലൈറ്റായിട്ട് സംസാരിക്കുന്ന, സൗമ്യമായി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. അധികം ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കത്തില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോവുകയും ഒരുപാട് സൗഹാർദ്ദങ്ങൾ, ഓവറായിട്ട് സംസാരിക്കത്തില്ല അദ്ദേഹം. നമ്മൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് അതേപോലെ തന്നെ സൗമ്യമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുക, അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയുന്ന സൗമ്യശീലനായിട്ടുള്ള ആളാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാസി ഗിഫ്റ്റ് സാറിനാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം കോളേജിലൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഗസ്റ്റായിട്ട് ക്ഷണിക്കുകയും ആ ഗസ്റ്റായി ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം പോവുകയും അവിടെ ഒരു പാട്ട് പാടുകയും അദ്ദേഹത്തിന് കോറസ് പാടാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പ്രിൻസിപ്പൾ കയറി വന്നിട്ട്, പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ കയറി വന്നിട്ട് പറഞ്ഞു, ഈ ജാസി ഗിഫ്റ്റ് സാറ് മാത്രം പാടിയാൽ മതി എന്നുള്ളത്. ഈ പ്രിൻസിപ്പളൊന്ന് മനസ്സിലാക്കണ്ടേ? സമൂഹഗാനം ഒറ്റക്ക് പാടാൻ പറഞ്ഞാൽ കോറസ് പിന്നെ ഒറ്റക്ക് എങ്ങനെ പാടാൻ പറ്റും? സപ്പോർട്ടിന് ഒരു പാട്ട്, അതും അദ്ദേഹത്തിൻ്റെ ഫേമസ് പാട്ടായിട്ടുള്ള അന്നക്കിളി നീയന്നിലെ വർണ്ണക്കളമേറി വന്നു, ആ പാട്ടാണ്. അദ്ദേഹം ഇത് കോറസ് ഇല്ലാതെ പാടാൻ കഴിയില്ല. എന്നാൽ ആ അധ്യാപിക കാണിച്ചത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു കലാകാരനാണ്. ഒരു കലാകാരനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അപമാനിക്കരുത്. ആ കലയെ സ്നേഹിക്കാനുള്ളൊരു നല്ല മനസ്സ് ആ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു ദുരനുഭവം ജാസി ഗിഫ്റ്റ് ഉണ്ടാകില്ലായിരുന്നു. അതേപോലെ തന്നെ മനസ്സിലാക്കണം, ഈ ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ടാണോ ഇനി ആ പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു മമ്മൂട്ടിയെ പോലെയുള്ള ഒരു ആക്ടറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു പൊളിറ്റിക്സിലും അതേപോലെ ഒരു ആക്ടർ എന്ന നിലയിലും പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഗസ്റ്റായിട്ട് വരുമ്പോൾ മൈക്ക് പിടിച്ച് മാറ്റിയതെങ്കിൽ, അല്ലെങ്കിൽ മൈക്ക് മേടിച്ചിരുന്നെങ്കിൽ പ്രിൻസിപ്പൾ എന്തായിരിക്കും? പ്രിൻസിപ്പൾ മേടിക്കുമോ? ഒരിക്കലും മേടിക്കില്ല. അപ്പോൾ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആ കലാകാരന് ഉണ്ടായ അനുഭവം അത് വേദനാജനകം തന്നെയാണ്. അത് നമ്മുടെ കൈരളിക്കും ഒക്കെ അതൊരു അപമാനമായിട്ടാണ് ഈ പ്രിൻസിപ്പളിൻ്റെ ഈ ഒരു നടപടി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ ഈ ചെയ്തൊരു കാര്യത്തിനെ ഒരിക്കലും ഒരാൾ പോലും ന്യായീകരിച്ചിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ പേജുകളും എടുത്തു നോക്കിയാൽ തന്നെ, എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ജാസി ഗിഫ്റ്റ് സാറിന് ഉണ്ടായിരുന്ന സപ്പോർട്ടുകൾ. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ. നമ്മുടെ മലയാളത്തിലേക്ക് ഒരു പുതിയൊരു ട്രെൻഡ് കൊണ്ടുവന്നൊരു ഗായകനാണ്, ഒരു സംഗീത സംവിധായകനാണ് നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെന്നല്ല ഒരിക്കലും നമ്മൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കലാകാരനെ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പം ഞാൻ അത്യാവശ്യം പ്രോഗ്രാമിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രത്യേക ഒരു ഫീലിങ്ങിലായിരിക്കും, ഒരു സന്തോഷത്തിലായിരിക്കും. ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം
ആ സന്തോഷമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുന്നത്. ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കും. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം നടത്തുന്ന ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകന്മാർ ആകുന്നൊരു കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേപോലെയുള്ള പരിപാടികൾക്ക് ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ മുൻകൂട്ടി കാര്യങ്ങൾ പറയുകയും അതനുസരിച്ചിട്ട് സ്റ്റേജിൽ കയറ്റുകയും അതനുസരിച്ച് പരിപാടികൾ നടക്കുമ്പോഴേക്കും ആളുകളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇതേപോലുള്ള അനുഭവങ്ങൾ ഒരു കലാകാരന്മാർക്കും ഉണ്ടാവാതിരിക്കാനും എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് അറിയുന്ന ജാസി ഗിഫ്റ്റ് സാറിനെ അറിയുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ പരിചയപ്പെട്ടിരുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ജാസി ഗിഫ്റ്റ് സാറിൻ്റെ ആ ദുരനുഭവത്തിൽ ഞാനും വേദനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.